ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് സ്ട്രക്ചേഴ്സാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ആവശ്യം വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ്. ഈ സ്ട്രക്ചേഴ്സ് എല്ലാം പ്രസൻറ്റ് ടെൻസിലുള്ള സ്ട്രക്ചേഴ്സാണ്. പാസ്റ്റ് ടെൻസും അതുപോലെ ഫ്യൂച്ചർ ടെൻസും ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. പ്രസൻറ്റ് ടെൻസിലുള്ള സ്ട്രക്ചേഴ്സ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്, ശ്രദ്ധിക്കുക. നമ്മൾ പറയാറില്ലേ, ഞാൻ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാനത് എഴുതാറുണ്ട്, ഞാനത് കുറേ സമയമായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ എഴുതാൻ അനുവദിക്കാറുണ്ട്, ഞാനിപ്പോൾ എഴുതാൻ തുടങ്ങുകയാണ്. ഇതുപോലെ എത്രയോ സെൻറ്റൻസുകൾ നമുക്ക് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്, പല തരത്തിൽ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകൾ മാത്രമേ നമ്മളിന്ന് പഠിക്കുന്നുള്ളൂ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ പറയില്ലേ, ഓ ഞാൻ അവിടെ പോകാറുണ്ട്, അവൾ ഇവിടെ വരാറുണ്ട്, അവൾ എന്നോട് സംസാരിക്കാറില്ല. പോകാറുണ്ട്, വരാറുണ്ട്, ചെയ്യാറുണ്ട്, നടക്കാറുണ്ട് എന്നൊക്കെ പറയില്ലേ. അതായത് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. ഈ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് വല്ലപ്പോഴും ചെയ്യുന്നതാകാം, ചിലപ്പോൾ അത് ആഴ്ചയിലൊരിക്കൽ ചെയ്യുന്നതാകും, അതല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്നതാകാം. എന്തായാലും അങ്ങനെ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ, സബ്ജക്റ്റ് ആദ്യം ഉപയോഗിക്കുക, അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക, പിന്നെ ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ലെറ്റേഴ്സ് എഴുതാറുണ്ട്. ഞാൻ ലെറ്റേഴ്സ് എഴുതാറുണ്ട്, അത് പ്രസൻറ്റ് ടെൻസിലുള്ളൊരു സെൻറ്റൻസ് അല്ലേ? അപ്പോൾ ഐ റൈറ്റ് ലെറ്റേഴ്സ്. ഐ സബ്ജക്റ്റാണ്, റൈറ്റ് എന്നുള്ളത് ഒരു വേർബിൻ്റെ, റൈറ്റ് എന്ന വേർബിൻ്റെ ബേസ് ഫോമാണ്, V1 ഫോം. അതാണ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓബ്ജക്റ്റ് ദ ലെറ്റേഴ്സ് എന്നാണ്. ഐ റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ ഞാൻ അവിടെ പോകാറുണ്ട്, അവൾ ഇവിടെ വരാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൽ സെൻറ്റൻസുകൾ പറയാം, സബ്ജക്റ്റ് പ്ലസ് V1 ഫോം. ഇനി വേറൊന്ന്, ഇവിടെ ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് റൈറ്റ് എന്ന് ഉപയോഗിച്ചത്. ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ, വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ റൈറ്റ് എന്ന് തന്നെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ് അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ റൈറ്റ്സ് എന്ന് ഉപയോഗിക്കണം. വേർബിനോട് കൂടി യെസ് അല്ലെങ്കിൽ ES ചേർത്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്ട്രക്ചർ എന്താ വരുന്നത്? സബ്ജക്റ്റ് കഴിഞ്ഞാൽ V1 ഫോം തന്നെയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ സ്ട്രെസ് ചെയ്തിട്ട് പറയും, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ലെറ്റർ എഴുതാറുണ്ട് എന്ന് പറയുമ്പോൾ വേറൊരാൾ പറയണം, അത് വെറുതെ പറയാൻ, ലെറ്ററൊന്നും എഴുതാറില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ, ഞാൻ ലെറ്റർ എഴുതാറുണ്ട്, വളരെ സ്ട്രെസ് ചെയ്തിട്ട്. അത് അത്രയും ഉറപ്പിച്ച് പറയുമ്പോൾ നമുക്ക് വേറൊരു തരത്തിലുള്ള സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. അത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഡു ഓർ ഡസ് പ്ലസ് V1 ഫോമാണ് ഉപയോഗിക്കുക. ഐ ഡു റൈറ്റ് ലെറ്റേഴ്സ്, ഐ ഡു റൈറ്റ് ലെറ്റേഴ്സ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഡു എന്ന് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ആ റൈറ്റ് എന്നുള്ള വാക്കിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐ ഡു റൈറ്റ് ലെറ്റേഴ്സ്, ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഡു എന്ന് ഉപയോഗിച്ചത്. ഐ, യു, വി, ദേ അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡു എന്ന് തന്നെ ഉപയോഗിക്കാം. ഐ ഡു റൈറ്റ് ലെറ്റേഴ്സ്, ദേ ഡു റൈറ്റ് ലെറ്റേഴ്സ് അങ്ങനെ. പക്ഷേ സിംഗുലർ സബ്ജക്ട്സ് ഹി, ഷീ ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഹി ഡസ് റൈറ്റ് ലെറ്റേഴ്സ് എന്നാണ്. ഡസ് എന്നുപയോഗിച്ചു, അത് സിംഗുലർ സബ്ജക്റ്റാണ്, തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് ഡസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ഡു ഓർ ഡസ് ഉപയോഗിക്കാം, അത് സബ്ജക്റ്റ് അനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V1 ഫോം തന്നെയാണ്, സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 ഫോം. ഇനി വേറൊരു സ്ട്രക്ചർ. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ചെയ്യുന്ന കാര്യം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയില്ലേ. ഫോർ എക്സാമ്പിൾ, ഐ കീപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുക എന്ന ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഐ കീപ്പ് റീഡിങ് എന്ന് പറഞ്ഞാലോ, ഞാൻ റീഡിങ് എന്നുള്ള ആ ഒരു വർക്ക് ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. കീപ്പ് ഡൂയിങ്, കീപ്പ്
റൈറ്റിംഗ്. കീപ് സിംഗിങ്, പാടിക്കൊണ്ടിരിക്കുന്നു, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ കീപ്പ് പ്ലസ് വേർബ് പ്ലസ് ING ഉപയോഗിക്കുന്നത്. അപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? സബ്ജക്റ്റ് പ്ലസ് കീപ്പ് പ്ലസ് വേർബിൻ്റെ ING ഫോം. ഐ കീപ്പ് റൈറ്റിംഗ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ലെറ്റേഴ്സ് എഴുതുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഐ കീപ്പ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ, യു, വി, ദേ, അതുപോലെ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ കീപ്പ് എന്നുപയോഗിക്കുക. ഹി കീപ്സ് റൈറ്റിംഗ്, ഷീ കീപ്സ് റൈറ്റിംഗ്, വി കീപ്പ് റൈറ്റിംഗ്. വി പ്ലൂറൽ സബ്ജക്റ്റാണ്, അപ്പോൾ വി കീപ്പ് റൈറ്റിംഗ് എന്നുപയോഗിക്കണം. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ന് കാണിക്കുന്നതിനാണ് കീപ്പ് ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സ്ട്രക്ചറും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ ഒരാളെ ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കുക എന്ന് പറയില്ലേ? ഞാൻ അവനെ പാട്ടുപാടാൻ അനുവദിക്കാറുണ്ട്, ഞാൻ അവളെ ഡാൻസ് ചെയ്യാൻ അനുവദിക്കാറുണ്ട് എന്ന് പറയില്ലേ? അനുവദിക്കുക എന്ന അർത്ഥത്തിൽ, അതും പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്നല്ലേ? അപ്പോൾ അത് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതും വേറൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ, ഞാൻ അവനെ ലെറ്റേഴ്സ് എഴുതാൻ അനുവദിക്കാറുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഞാൻ അവൻ അനുവദിക്കുക എന്ന് പറയുമ്പോൾ വേറൊരാളെ അത് ചെയ്യാൻ അനുവദിക്കലല്ലേ, നമ്മൾ സ്വയം ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ ഞാൻ അവനെ ലെറ്റേഴ്സ് എഴുതാൻ അനുവദിക്കാറുണ്ട്, ഞാനാണ്. അപ്പോൾ ഐ ലെറ്റ് ഹിം റൈറ്റ് ലെറ്റേഴ്സ്, ലെറ്റ് ഹിം റൈറ്റ് ലെറ്റേഴ്സ്. അപ്പോൾ ഐ എന്നത് സബ്ജക്റ്റാണ്, പിന്നെ ഉപയോഗിച്ചത് ലെറ്റ്. ലെറ്റ് എന്നാൽ അനുവദിക്കുക. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് ലെറ്റ് ഹിം. ഹിം എന്നത് ഒബ്ജക്റ്റീവ് കേസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറയുമ്പോൾ അതിന് ഉപയോഗിക്കാവുന്നത് ഹിം ഉപയോഗിക്കാം, ഹർ ഉപയോഗിക്കാം, അസ് ഉപയോഗിക്കാം, മീ ഉപയോഗിക്കാം, അങ്ങനെ യു ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിൽ സബ്ജക്റ്റ് പ്ലസ് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്ലസ് V1 ഫോം ഓഫ് ദ verb. I let him write letters. I let her go. ഞാൻ അവളെ പോകാൻ അനുവദിക്കാറുണ്ട്. They let me come here. അവർ ഇവിടെ വരാൻ എന്നെ അനുവദിക്കാറുണ്ട്. നോക്കൂ, me എന്നാണ് ഉപയോഗിച്ചത്. They let me come here. We let them go there. ഞങ്ങൾ അവരെ പോകാൻ അനുവദിക്കാറുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്ലസ് V1 ഫോം ഓഫ് ദ verb. പിന്നെ ലെറ്റ് എന്നുപയോഗിച്ചല്ലോ, അത് ഇപ്പോൾ സിംഗുലർ സബ്ജക്ട്സ് ഹി, ഷീ ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ലെറ്റ്സ് എന്നാണ്. ഹി ലെറ്റ്സ് മീ കം ഹിയർ. അവൻ എന്നെ ഇവിടെ വരാൻ അനുവദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറും പഠിച്ചു. ഇനി അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൻ അവിടെ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ, അതും കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഞാൻ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് പ്ലേയിങ് ദർ. അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ വാച്ചിങ് എ മൂവി. നമ്മളൊരു മൂവി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആം ഉപയോഗിക്കുന്നത് ഐ സബ്ജക്റ്റ് ആവുമ്പോഴാണ്. അതേസമയം യു ആണ് സബ്ജക്റ്റ് എങ്കിൽ, അതുപോലെ വി ആണ് സബ്ജക്റ്റ് എങ്കിൽ, ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഒക്കെ ഉപയോഗിക്കേണ്ടത് ആർ ആണ്. പിന്നെ ഈസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഹീ, ഷീ, ഇറ്റ് അതുപോലെയുള്ള ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കാം. അപ്പോൾ
പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലെ സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇനി അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതെ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കുറേ സമയമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോഴാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അവൻ അരമണിക്കൂറായിട്ട് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് മുതൽ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ ഡൂയിങ് മൈ വർക്ക് ഫോർ 1 hour. ഞാൻ 1 മണിക്കൂറായിട്ട് എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സിറ്റിംഗ് ഹിയർ ഫോർ half an hour. ഞാൻ അരമണിക്കൂറായി ഇവിടെ ഇരിക്കുകയാണ്, ഇപ്പോഴും ഇരിക്കുകയാണ്. ഹി ഹാസ് ബീൻ വാച്ചിങ് TV സിൻസ് മോർണിംഗ്. അവൻ രാവിലെ മുതൽ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിൻസ് മോർണിംഗ്. അപ്പോൾ മോർണിംഗ് എന്നതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ആയതുകൊണ്ടാണ് നമ്മൾ സിൻസ് മോർണിംഗ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ഹാവ് ബീൻ ഉപയോഗിച്ചു, അതുപോലെ ഹി ഹാസ് ബീൻ ഉപയോഗിച്ചു. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളുടെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് ഉപയോഗിക്കുക, അത് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിക്കുക, പിന്നെ ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. I have been watching, he has been watching, they have been watching, we have been watching. അങ്ങനെ. അപ്പോൾ അതും പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഇനി വേറൊന്ന്, നമ്മൾ സാധാരണ പറയില്ലേ, ഞാൻ ആ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്, ഇപ്പോൾ ഞാൻ തുടങ്ങുകയാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. വർക്ക്, ഐ സ്റ്റാർട്ട് ഡൂയിങ് ദ വർക്ക്. I start doing. ഞാൻ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. He starts doing the work. അവൻ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. സ്റ്റാർട്ട് എന്നുപയോഗിക്കുന്നത് തുടങ്ങുക എന്ന മീനിങ്ങിലാണ്. അവിടെ സിംഗുലർ സബ്ജക്റ്റ്, ഇപ്പോൾ ഹി ഷീ ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ട്സ് എന്ന് ഉപയോഗിക്കണം. അപ്പോൾ സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് പ്ലസ് ING form of the verb. As he reaches home, he starts studying. As he reaches home, he starts studying. അവൻ വീട്ടിലെത്തുമ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുന്നു എന്നാണ്. പഠിക്കാൻ തുടങ്ങാറുണ്ട് അല്ലെങ്കിൽ തുടങ്ങുന്നു. As he reaches home, he starts studying. As I reach home, I start studying. നോക്കൂ, I start studying, he starts studying. അതുപോലെ he starts studying, he starts playing, he starts watching movie, I start doing my work, I start teaching. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇനി അടുത്തത് വേറൊരു സ്ട്രക്ചർ കൂടി പഠിക്കാം. ഐ ആം യൂസ് ടു ഡൂയിങ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ ആ വർക്ക് ചെയ്യാൻ എനിക്ക് ശീലമായി, ഇപ്പോൾ അതെനിക്ക് എൻ്റെ ഒരു ഹാബിറ്റാണ് എന്നാണ്. ഐ ആം യൂസ് ടു ഡൂയിങ് ദ വർക്ക്. ഐ ആം യൂസ് ടു ഡൂയിങ്. ഐ കഴിഞ്ഞ് ഐ എന്നത് സബ്ജക്റ്റാണ്, പിന്നെ ഉപയോഗിക്കുന്നത് എന്താ? ആം. സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് ആം ഉപയോഗിച്ചത്. ഹീ ആയിരുന്നെങ്കിൽ ഹീ ഈസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഷീ ആയിരുന്നെങ്കിൽ ഷീ ഈസ്. ദേ ആയിരുന്നെങ്കിൽ ദേ ആർ. വി ആർ, യു ആർ, അങ്ങനെ. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആം, ഈസ്, ആർ, അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. പിന്നെ ഉപയോഗിക്കേണ്ടത് യൂസ്ഡ് ടു പ്ലസ് ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഐ ആം യൂസ് ടു ഡൂയിങ് ദ വർക്ക്. ഐ ആം യൂസ് ടു ഗോയിങ് ദ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ടെമ്പിളിൽ പോകുന്നത് ഇപ്പോൾ ഒരു ശീലമായി, ഇപ്പോൾ അതെൻ്റെ ഒരു ഹാബിറ്റായി മാറി. അതെൻ്റെ ഒരു ഹാബിറ്റാണിപ്പോൾ. ദേ ആർ യൂസ് ടു ഗോയിങ് ടു ദ മാർക്കറ്റ്. അവർക്ക് മാർക്കറ്റിൽ പോകുന്നത് ഇപ്പോൾ ഒരു ശീലമായി. ദേ ആർ. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ആം അല്ലെങ്കിൽ ഈസ്, അതല്ലെങ്കിൽ ആർ, അത് കഴിഞ്ഞ് യൂസ്ഡ് ടു, പിന്നെ ഉപയോഗിക്കേണ്ടത് ING ഫോം ഓഫ് ദ വേർബാണ്. അപ്പോൾ ഇതും ഒരു പ്രസൻറ്റ് ടെൻസിലെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഏതെല്ലാം സ്ട്രക്ചർ നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചു? ആദ്യം പഠിച്ചത് സബ്ജക്റ്റ് പ്ലസ് V1. ഐ റൈറ്റ് ലെറ്റേഴ്സ്. ഞാൻ ലെറ്റേഴ്സ് എഴുതാറുണ്ട്. പിന്നെ പഠിച്ചത് എന്താ?
I do write letters. ഞാൻ ലെറ്റർ എഴുതാറുണ്ട് എന്ന് നമ്മൾ വളരെ സ്ട്രെസ് ചെയ്തിട്ട്, വളരെ ഒരു എംഫാറ്റിക് വേ, വളരെ സ്ട്രെസ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറയില്ലേ, അത് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അതിനാണ് ഐ ഡു റൈറ്റ് ലെറ്റേഴ്സ്. പിന്നെ നമ്മൾ വേറൊരു സ്ട്രക്ചർ പഠിച്ചു, അതേതാ? കീപ്പ്. ഐ കീപ്പ് റൈറ്റിംഗ് ലെറ്റേഴ്സ്. ഞാൻ ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ആ എഴുതിക്കൊണ്ടിരുന്ന ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനാണ് കീപ്പ് ഉപയോഗിക്കുന്നത്. ഐ കീപ്പ് റൈറ്റിംഗ് ലെറ്റേഴ്സ്. പിന്നെ വേറൊന്ന്, ഞാൻ നിങ്ങളെ ലെറ്റേഴ്സ് എഴുതാൻ അനുവദിക്കാറുണ്ട്. അവിടെ എന്താണ് സ്ട്രക്ചർ? ഐ സബ്ജക്റ്റ് പ്ലസ് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്ലസ് V1 form of the verb. I let you write letters. I let you write letters. ഞാൻ നിങ്ങളെ ലെറ്റേഴ്സ് എഴുതാൻ അനുവദിക്കാറുണ്ട്. ഇനി ഞാനിപ്പോൾ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം റൈറ്റിംഗ് ലെറ്റേഴ്സ്. ഞാനിപ്പോൾ ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 1 മണിക്കൂറായിട്ട് ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയുക? ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ലെറ്റേഴ്സ് ഫോർ 1 hour. ഇനി എനിക്ക് ലെറ്റേഴ്സ് എഴുതുന്നത് ഇപ്പോൾ ഒരു ശീലമായി. അവിടെയാണ് ഐ ആം യൂസ്ഡ് ടു റൈറ്റിംഗ് ലെറ്റേഴ്സ്. ഐ ആം യൂസ്ഡ് ടു റൈറ്റിംഗ് ലെറ്റേഴ്സ്. ഇനി വേറൊന്ന് പഠിച്ചു, സബ്ജക്റ്റ് പ്ലസ് സ്റ്റാർട്ട് പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. അത് എങ്ങനെയാണ്? ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് ലെറ്റേഴ്സ് വെൻ ഐ റീച്ച് ഹോം. ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ ഞാൻ ലെറ്റേഴ്സ് എഴുതാൻ തുടങ്ങാറുണ്ട്. ആ സമയത്ത് തന്നെ അത് തുടങ്ങുന്നു. അതാണ് ആസ് ഐ റീച്ച് ഹോം ഐ സ്റ്റാർട്ട് വാച്ചിങ് ദ മൂവി. ആസ് ഐ റീച്ച് ഹോം ഐ സ്റ്റാർട്ട് ഈറ്റിംഗ് ഫുഡ്. അങ്ങനെ പല ഡിഫറെൻറ്റ് വേയിൽ പല ഡിഫറെൻറ്റ് സെൻറ്റൻസസ് ഉണ്ടാക്കി എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇത്തരം സ്ട്രക്ചേഴ്സിനെ പറ്റിയുള്ള ഒരു അറിവ് തീർച്ചയായും ഉണ്ടായിരിക്കണം. എങ്കിലേ കറക്റ്റായിട്ട് സെൻറ്റൻസസ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഐഡിയാസ് കൺവേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക.